നമസ്കാരം. പ്രഗ്നൻസി സ്റ്റേജിലും ഡെലിവറിക്ക് ശേഷവും നിപ്പിൾ ഡ്രൈ ആവുക, വ്രണങ്ങൾ ഉണ്ടാവുക, വിണ്ട് കീറുക തുടങ്ങിയ അവസ്ഥകൾ തടയുന്നതിനും ഈർപ്പം നിലനിർത്തുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക്കൽ മെഡിസിനാണ് നിപ് കെയർ ക്രീം. ആടുകളുടെ കമ്പിളിൽ നിന്നും നിർമ്മിച്ച ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആയ ലാനോലിൻ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇതൊരു എമോലിയൻ്റായി പ്രവർത്തിക്കുന്നു. സ്കിന്നിനെ മൃദുവും ഈർപ്പമുള്ളതാക്കുകയും ഡ്രൈനസ്, ഇളകിപ്പോവുക, ഇറിറ്റേഷൻ എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു പദാർത്ഥമാണ് എമോലിയന്റ്. സ്കിൻ കെയർ പ്രോഡക്റ്റുകളിൽ ഇവ സാധാരണയായി ഉപയോഗിക്കുന്നു. സ്കിന്നിന്റെ പുറത്ത് ഒരു സംരക്ഷണ പാളി ഉണ്ടാക്കിയാണ് അവ പ്രവർത്തിക്കുന്നത്. ഇത് ഈർപ്പം നിലനിർത്താനും സ്കിന്നിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സ്കിൻ ഡ്രൈനസ് ചികിത്സിക്കുന്നതോടൊപ്പം ചുണ്ടുകൾക്കുണ്ടാകുന്ന വരൾച്ചയും ഡയപ്പർ റാഷ്, റേഡിയേഷൻ തെറാപ്പി ചെയ്യുമ്പോഴുള്ള പൊള്ളൽ മൂലം സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, ഡ്രൈനസ് എന്നിവ ചികിത്സിക്കുന്നതിനും ഇത് സുരക്ഷിതമാണ്. ആടുകളുടെ സെബേഷ്യസ് ഗ്രന്ഥിയിൽ നിന്നുമാണ് ലാനോലിൻ വേർതിരിച്ചെടുക്കുന്നത്. ഇത് കഠിനമായ കാലാവസ്ഥയിൽ അവയുടെ കമ്പിളിയെയും സ്കിന്നിനെയും സംരക്ഷിക്കുന്നു. മറ്റു സസ്തനികൾ, അതായത് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളെ പോലെ ആടുകളിലെയും സെബേഷ്യസ് ഗ്രന്ഥികൾ സ്കിന്നിൽ കാണപ്പെടുന്ന എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ഗ്രന്ഥികളാണ്. സാധാരണയായി ഇവ ഹെയർ ഫോളിക്കിൾസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആടുകളിൽ ഇവ ശരീരത്തിൽ മുഴുവനും കാണപ്പെടുന്നു, പ്രത്യേകിച്ച് മുഖം, ചെവി, വാൽ എന്നിവയ്ക്ക് ചുറ്റും. കമ്പിളിയിലെ ലാനോലിൻ കണ്ടന്റിന് കാരണം സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെബം എന്ന എണ്ണമയമുള്ള വസ്തുവാണ്. ഇതിൽ ലിപ്പിഡുകളും, അതായത് കൊഴുപ്പുകൾ, സെല്ലുലാർ അവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നു. സെൽ നശിച്ചതിന് ശേഷം അവശേഷിക്കുന്ന വേസ്റ്റാണ് സെല്ലുലാർ അവശിഷ്ടങ്ങൾ. കമ്പിളി നാരുകൾക്ക് സെബം വെള്ളവും അഴുക്കും കളയാൻ സഹായിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ നൽകുന്നു. കമ്പിളി സംസ്കരണ സമയത്ത് ലാനോലിൻ വേർതിരിച്ചെടുക്കുകയും അതിന്റെ മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾ കാരണം വിവിധ കോസ്മെറ്റിക് പ്രോഡക്റ്റുകളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയിട്ടുള്ള എസ്റ്ററുകൾ, അതായത് ആസിഡിൽ നിന്നോ ആൽക്കഹോളിൽ നിന്നോ ഉണ്ടായ കെമിക്കൽ കോമ്പൗണ്ട്, ഫാറ്റി ആസിഡുകൾ, ആൽക്കഹോൾ എന്നിവ ഉയർന്ന എമോലിയന്റ് ഗുണങ്ങൾ നൽകുന്നു. ഈർപ്പം നഷ്ടപ്പെടുന്നത് തടഞ്ഞ് സ്കിന്നിന് ജലാംശം നൽകുന്നതിൽ ലാനോലിൻ വളരെ ഫലപ്രദമാണ്. ഇത് ഡാമേജ് ആയ സ്കിന്നിനെ നേരെയാക്കുന്നു. വ്രണം, വിണ്ട് കീറിയ നിപ്പിൾ എന്നിവയ്ക്കിത് പ്രയോജനകരമാണ്. ഇതിന്റെ എമോലിയന്റ് ഗുണങ്ങൾ സ്കിന്നിന്റെ ഇറിറ്റേഷനും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു. നിപ് കെയർ ക്രീമുകളിൽ ഉപയോഗിക്കുന്ന ലാനോലിൻ ശുദ്ധീകരിക്കപ്പെട്ടതും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതിന് സുരക്ഷിതവുമാണ്. ഇതിൽ വിഷാംശം ഇല്ലാത്തതിനാൽ ഫീഡ് ചെയ്യുന്നതിന് മുൻപ് തുടച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഇത് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമാണ്. മറ്റ് രാസവസ്തുക്കളിൽ നിന്നും എണ്ണ വേർതിരിക്കുന്ന ഒരു സെൻട്രിഫ്യൂജ് മെഷീനിലൂടെ കമ്പിളിയിട്ടാണ് ലാനോലിൻ വേർതിരിച്ചെടുക്കുന്നത്. ലാനോലിൻ മുടിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതിന്റെ മോയ്സ്ചറൈസിംഗ് എമോലിയന്റ് ഗുണങ്ങൾ മുടിയിൽ ജലാംശം നിലനിർത്താനും വരൾച്ചയിൽ നിന്നും കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു. ലാനോലിൻ തലയോട്ടിയിൽ പുരട്ടുന്നത് വരണ്ടതും ഇളകുന്നതുമായ സ്കിന്നിനെ ഈർപ്പമുള്ളതാക്കാനും ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. എന്നാൽ എല്ലാ തരത്തിലുള്ള മുടിക്കും, പ്രത്യേകിച്ച് എണ്ണമയമുള്ള മുടിക്ക് ഇതിന്റെ ആവശ്യമില്ല. അധിക ഈർപ്പം ആവശ്യമുള്ള വരണ്ട, പരുക്കൻ മുടിക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. നിപ് കെയർ ക്രീം ഉപയോഗിക്കുമ്പോൾ ചില പാർശ്വഫലങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ക്രീം അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ചുവപ്പ്, ചൊറിച്ചിൽ, വീക്കം, റാഷസ് എന്നിവയുണ്ടാകുന്നു. സ്കിൻ ഇറിറ്റേഷൻ, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, ലാനോലിൻ സെൻസിറ്റിവിറ്റി എന്നിവയും ഉണ്ടാകാം. കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്നത് ഇറിറ്റേഷനോ അലർജിയോ ഉണ്ടാകുന്ന എന്തെങ്കിലുമായുള്ള കോണ്ടാക്ട് മൂലം സ്കിന്നിനുണ്ടാകുന്ന വീക്കമാണ്. ഇത് സ്കിന്നിൽ ചുവപ്പ്, ചൊറിച്ചിൽ, ചിലപ്പോൾ കുമിളകൾ എന്നിവയുണ്ടാക്കുന്നു. ഇറിറ്റന്റ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് സാധാരണമായ ഒന്നാണ്. സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വസ്തുക്കളുമായി കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ ഇത് സംഭവിക്കുന്നു. ചില സോപ്പുകളും ഡിറ്റർജന്റുകളും, ആസിഡുകൾ, ആൽക്കലികൾ, ചിലതരം സസ്യങ്ങൾ എന്നിവയൊക്കെ ഇതിന് കാരണമാകുന്നു. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായി സ്കിൻ കോണ്ടാക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ് മറ്റൊന്ന്. ആഭരണങ്ങൾ, സിപ്പേഴ്സ്, ബട്ടൺസ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന നിക്കൽ, ലാറ്റക്സ്, ചില സസ്യങ്ങൾ, സ്കിന്നിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മെഡിസിൻസ് എന്നിവ കൊണ്ട് ഇത് സംഭവിക്കാം.
ചിലരിൽ ലാനോലിൻ ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി സ്കിന്നിൽ ചുവപ്പ്, ചൊറിച്ചിൽ, റാഷസ് എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ലാനോലിൻ സെൻസിറ്റിവിറ്റി. ലാനോലിൻ സെൻസിറ്റിവിറ്റി അപൂർവമായി ചിലരിൽ കാണപ്പെടാറുണ്ട്. ഉപയോഗിക്കുന്നതിന് മുൻപ് ചെവിയുടെ പുറകിലോ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നിപ്പ് കെയർ ക്രീം ഉപയോഗിക്കുന്നതിന് മുൻപ് നിപ്പിൾ വൃത്തിയുള്ളതും ഡ്രൈ ആയതുമാണെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഇത് എക്സ്റ്റേണൽ യൂസിന് മാത്രമുള്ളതാണ്. ചെറിയ അളവിൽ അപ്ലൈ ചെയ്ത് ക്രീം താഴേക്ക് തടവുക. ഓരോ പ്രാവശ്യവും ഫീഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപയോഗിക്കുക. അണുബാധ തടയുന്നതിനും രോഗാവസ്ഥ മാറുന്നതിനും നല്ല ബ്രസ്റ്റ് ഹൈജീൻ പാലിക്കുക. ഫീഡ് ചെയ്ത ശേഷം നിപ്പിൾ ഉണങ്ങാൻ അനുവദിക്കുകയും ബ്രസ്റ്റ് പാഡുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. സ്ഥിരമായ നിപ്പിളിൽ വേദനയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ മെഡിക്കൽ അഡ്വൈസ് തേടുക. മൂക്ക്, വായ്, കണ്ണുകൾ, വജൈന എന്നിവിടങ്ങളിൽ ക്രീം പുരളാതെ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ ശുദ്ധജലത്തിൽ കഴുകുക. കുഞ്ഞുങ്ങൾക്ക് ഇത് സുരക്ഷിതമാണെങ്കിലും വായ്ക്ക് ചുറ്റും സ്കിന്നിൽ ഇറിറ്റേഷനോ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ലാനോലിൻ പൊതുവെ സുരക്ഷിതമാണെങ്കിലും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ ചിലപ്പോൾ സെൻസിറ്റിവിറ്റിയോ അലർജിയോ ഉണ്ടാക്കാം. മൂക്ക്, വായ, കണ്ണുകൾ, വജൈന എന്നീ ഭാഗങ്ങൾ സെൻസിറ്റീവാണ്. കൂടാതെ സുരക്ഷിതമായ വസ്തുക്കളാണെങ്കിലും മ്യൂക്കസ് മെംബ്രെയിനിലോ സെൻസിറ്റീവ് സ്കിന്നിലോ അപ്ലൈ ചെയ്യുമ്പോൾ അസ്വസ്ഥതയോ ഇറിറ്റേഷനോ ഉണ്ടാക്കും. ഈ ഭാഗങ്ങളിൽ ബാക്ടീരിയകളോ മറ്റ് രോഗാണുക്കളോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്കും നിപ്പിളിൽ വ്രണവും വിണ്ടുകീറലുമുള്ളവർക്കും ഇത് തടയുന്നതിനുള്ള ഏറ്റവും നല്ല ചോയ്സാണ് ലാനോലിൻ അടങ്ങിയ ക്രീമുകൾ. തെറ്റായ രീതിയിലുള്ള ലാച്ചിങ്, ഫ്രീക്വൻ്റായി ഫീഡ് ചെയ്യുന്നത്, കുഞ്ഞിൻ്റെ വായിലുണ്ടാകുന്ന ഈസ്റ്റ് അണുബാധ നിപ്പിളിൽ വ്യാപിക്കുന്നത് വേദന, ചൊറിച്ചിൽ, വിള്ളൽ എന്നിവയുണ്ടാക്കുന്നു. ജലദോഷം, ടെമ്പറേച്ചറിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം എന്നിവ നിപ്പിളിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനിടയാക്കും. ജലനഷ്ടം, വരണ്ട കാലാവസ്ഥ, ക്ലോറിനേറ്റഡായ വെള്ളത്തിൽ കുളിക്കുക, സ്കിന്നിനെ വരണ്ടതാക്കുന്ന ചില കെമിക്കൽസ് എന്നിങ്ങനെ വിവിധ കാരണങ്ങളാൽ സ്കിന്നിനുണ്ടാകാവുന്ന ഒരവസ്ഥയാണ് ഡ്രൈനസ്. ഇത് സാധാരണയായി കൈകൾ, കാലുകൾ എന്നിവയെ ബാധിക്കുന്നു. ചിലരിൽ സ്വാഭാവികമായും ഡ്രൈ സ്കിൻ ഉണ്ടാകും. ഇത് നിപ്പിൾസിൽ കൂടുതൽ പ്രകടമാകുന്നു. എക്സിമ, ഡെർമറ്റൈറ്റിസ് പോലുള്ള സ്കിൻ കണ്ടീഷൻസ് നിപ്പിൾസിന് ഡ്രൈനസ്, ഇറിറ്റേഷൻ, സ്ക്രാച്ച് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഹാർഷായ സോപ്പ്, ഡിറ്റർജൻറ്റുകൾ, ലോഷനുകൾ എന്നിവ സ്കിന്നിലെ നാച്ചുറൽ ഓയിൽ ഇല്ലാതാക്കുകയും ഡ്രൈനെസ്സിനും വിണ്ടുകീറുന്നതിനും കാരണമാവുകയും ചെയ്യുന്നു. ശരിയായ ലാച്ച് ടെക്നിക്കുകൾ, നിപ്പിൾ വൃത്തിയുള്ളതും ഉണങ്ങിയതുമായി സൂക്ഷിക്കുക, ഹാർഷായ കെമിക്കൽസ് ഒഴിവാക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ അവസ്ഥ ഒഴിവാക്കുന്നതിന് സഹായിക്കും. ലൈഫ് സ്റ്റൈൽ മാറ്റിയും മോയ്സ്ചറൈസർ ഉപയോഗിച്ചും ഇത് ചികിത്സിക്കാവുന്നതാണ്. എന്നിട്ടും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അഡ്വൈസ് തേടേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.